ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഹെർക്കുലേനിയം പാപ്പിരികളുടെ ത്രസിപ്പിക്കുന്ന കഥ. കേരള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി SCERTയിൽ റിസർച്ച് ഓഫീസറായ ഡോക്ടർ TV വിനീഷ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. മധ്യ ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമായിരുന്നു വീരനായ ഹെർക്കുലീസിന്റെ പേരിലുള്ള ഹെർക്കുലേനിയം. ഇന്നത്തെ നേപ്പിൾസിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലയായ വില്ല ഓഫ് ദ പാപ്പിരി ജൂലിയസ് സീസറിൻ്റെ ഭാര്യാപിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നത്. BCE 79 ഇതിനടുത്തുള്ള വെസൂവിയസ് മലനിരകളിൽ വലിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ വില്ലയും നശിച്ചു. ഈ വില്ലയ്ക്കകത്ത് വിപുലമായ ഒരു ലൈബ്രറിയും അതിൽ പുരാതനമായ ധാരാളം കൃതികളും ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. ഈ കൃതികളിൽ പലതും പാപ്പിറസ് ചുരുളുകളുടെ രൂപത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. പ്രാചീന കാലത്ത് മനുഷ്യർ എഴുതാനായി ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമാണ് പാപ്പിറസ്. പേപ്പിറസ് എന്ന ചെടിയുടെ തണ്ടിൽ നിന്നുമാണ് എഴുതാനുള്ള താളുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇത് ചുരുളുകളായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ചൂടിൽ വളരെ ദുർബലമായ, തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഈ പാപ്പിറസ് ചുരുളുകളെല്ലാം കരിഞ്ഞുപോയി. കാർബണൈസ് ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് മാറി എന്ന് പറയാം. എന്നാൽ അവ നശിച്ചുപോയില്ല. പകരം സിമൻ്റ് പോലെയുള്ള പാറകളുടെ പാളികളാൽ ഇത് സംരക്ഷിക്കപ്പെട്ടിരുന്നു. 1752 ബർബൺ രാജകുടുംബത്തിലെ തൊഴിലാളികൾ നിലം കുഴിക്കുമ്പോൾ വില്ലയുടെ അവശിഷ്ടങ്ങൾ അബദ്ധവശാൽ കണ്ടെത്തി. പിന്നീട് നടന്ന പല സമയത്തെ ഖനന പര്യവേഷണ പ്രവർത്തനങ്ങളിൽ നിന്നും വില്ലയുടെ ഭാഗങ്ങളിലെല്ലാം ആളുകൾ ചെന്നെത്തുകയും ലൈബ്രറിയിൽ നിന്നും 1000-ലധികം കരിഞ്ഞ നിലയിലുള്ള പാപ്പിറസ് ചുരുളുകൾ കണ്ടെത്തുകയും ചെയ്തു. കാഴ്ചയിൽ ഈ റോളുകളെല്ലാം കരിക്കട്ടകളോട് സാമ്യമുള്ളതായിരുന്നു. അന്നത്തെ കാലത്ത് ഇത്തരം വിചിത്രമായ വസ്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആർക്കും വലിയ അറിവില്ലായിരുന്നു. അക്കാലത്ത് ശാസ്ത്രം ഏതാണ്ട് ശൈശവാവസ്ഥയിലായിരുന്നു. പാപ്പിറസുകളുടെ കണ്ടെത്തലിന് ശേഷം ഒരു 40 വർഷത്തേക്ക് ഇവയെക്കുറിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസിലെ ചാൾസ് 7-ാമൻ രാജാവിൻ്റെ പിന്തുണയോടെ അവിടെ വീണ്ടും ഖനന പ്രവർത്തനം നടത്തി. 1756 എണ്ണം പാപ്പിറസ് ചുരുളുകൾ അങ്ങനെ 1855 ആയപ്പോഴേക്കും കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഒരു 340 എണ്ണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കിട്ടി. എന്നാൽ ഏകദേശം 970 എണ്ണം ഭാഗികമായി ജീർണിച്ചു പോയതായിരുന്നു. 500-ലധികം എണ്ണം വെറും കരിഞ്ഞ കരിക്കട്ട പോലെയുള്ള ശകലങ്ങൾ മാത്രവുമായിരുന്നു. ഇതെന്ത് ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ 1756 ആയപ്പോഴേക്കും വത്തിക്കാൻ ലൈബ്രറിയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷകനായ അബോട്ട് പിയാജിയോ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ലഘുയന്ത്രം ഉപയോഗിച്ച് ഈ ചുരുളുകൾ അഴിക്കാൻ കഴിയുമോ എന്ന ശ്രമം തുടങ്ങി. ഒരു ചുരുൾ അഴിക്കാൻ ഏകദേശം 4 വർഷത്തോളം അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. 1802 നേപ്പിൾസിലെ രാജാവ് ഫെർഡിനാൻഡ് 4-ാമൻ ഈ പ്രക്രിയ സഹായിക്കാൻ റവറൻ ജോർജ് ഹെയ്റ്ററെ നിയമിച്ചു. 1802 മുതൽ 1806 വരെ ഹെയ്റ്റർ ഏകദേശം 200 പാപ്പിറസ് ചുരുളുകൾ ഭാഗികമായി മനസ്സിലാക്കി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഇതിൻ്റെ എല്ലാം പകർപ്പുകൾ ഉണ്ടാക്കി ബോഡ്ലിയൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു. അവിടെ അവ ഓക്സ്ഫോർഡ് ഫാക്സിമൈൽസ് ഓഫ് ദി ഹെർക്കുലേനിയം പാപ്പിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1816 ജനുവരി ആയപ്പോഴേക്കും പ്രിയറി ക്ലോഡ് മൊളാൾഡും റൗൾ റോച്ചറ്റും ചേർന്ന് അബോട്ട് പിയോജിയോയുടെ പോലെയുള്ള ഒരു യന്ത്രം ഉണ്ടാക്കി. അതിൻ്റെ ഒരു പകർപ്പ് എന്ന് പറയാം. ഈ പാപ്പിറസ് ചുരുളുകൾ അഴിക്കാൻ അവർ ശ്രമിച്ചു നോക്കി. പക്ഷേ അവർക്ക് ഒരു വിവരവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ആ ചുരുളുകളെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. 1819 മുതൽ 1820 വരെ ഹെർക്കുലേനിയം പാപ്പിറിയിൽ പ്രവർത്തിക്കാൻ റീജന്റ് ജോർജ് 4-ാമൻ ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞനെ നിയോഗിച്ചു. ഡേവിയുടെ ക്ലോറിൻ ഉപയോഗിച്ചുള്ള രാസരീതിയിലൂടെ 23 കയ്യെഴുത്ത് പ്രതികൾ ഭാഗികമായി അഴിക്കാൻ കഴിഞ്ഞു. 1969 മാർസെല്ലോ ഗിഗാൻഡോ വില്ല ഓഫ് ദി പാപ്പിരിയുടെ ഖനനം പുനരാരംഭിക്കുന്നതിനും ഹെർക്കുലേനിയം ഗ്രന്ഥങ്ങളുടെ പഠനങ്ങൾ പുതുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ദി ഹെർക്കുലേനിയം പാപ്പിരി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഈ സ്ഥാപനം ചുരുളുകൾ അൺറോളിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പുതിയ രീതിയും ആരംഭിച്ചു. ഓസ്ലോ പീലിംഗ് രീതി എന്നറിയപ്പെട്ട ഈ രീതി ഉപയോഗിച്ച്
പാപ്പിരിയുടെ വ്യക്തിഗത പാളികൾ വേർതിരിക്കാനും ചുരുളുകളിൽ ഒന്നിനെ എങ്കിലും മാറ്റിയെടുക്കാനും ശ്രമിച്ചു. പക്ഷേ ആ ചുരുളുകളെല്ലാം പല പല ഭാഗങ്ങളായി പൊട്ടിപ്പോയതോടുകൂടി അവർക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. 1877 പാപ്പിറസ് ലൂവ്രിലെ ഒരു ലാബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ഒരു ഉപകരണം ഉപയോഗിച്ച് അത് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയകരമായില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ 585 റോളുകളോ ശകലങ്ങളോ മാത്രമേ പൂർണ്ണമായി അഴിക്കാൻ കഴിഞ്ഞുള്ളൂ. 250 എണ്ണം ഭാഗികമായി അഴിക്കാൻ അക്കാലമായപ്പോഴേക്കും സാധിച്ചു. സംരക്ഷിക്കപ്പെട്ട കൈയെഴുത്ത് പ്രതികളിൽ ഭൂരിഭാഗവും നേപ്പിൾസിലെ നാഷണൽ ലൈബ്രറിയിലെ ഹെർക്കുലേനിയം പാപ്പിരി ഓഫീസിലാണ് ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. 1999 മുതൽ ബ്രിഗാം യങ് യൂണിവേഴ്സിറ്റിയിൽ മൾട്ടി സ്പെക്ട്രൽ ഇമേജിംഗ് MSI എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാപ്പിരി ഡിജിറ്റൈസ് ചെയ്യാൻ ആരംഭിച്ചു. അന്താരാഷ്ട്ര വിദഗ്ധരും പ്രമുഖ പണ്ഡിതന്മാരുമെല്ലാം ഈ പദ്ധതിയിൽ പങ്കെടുത്തു. 2011 ജൂൺ 4-ന് 1600 ഹെർക്കുലേനിയം പാപ്പിരികൾ ഡിജിറ്റൈസ് ചെയ്യുന്ന ജോലി പൂർത്തിയായതായി ബ്രിഗാം യങ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചു. ഇക്കാലത്ത്, അതായത് 2019-ൽ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപയോഗിക്കുന്നത് MSI സാങ്കേതികവിദ്യയേക്കാൾ നന്നായി ഈ ചുരുളുകൾ അഴിക്കാനും പാപ്പിറിയിലെ മഷി കണ്ടെത്തുവാനും സഹായകമാകുമെന്ന് ഒരു ബഹുരാഷ്ട്ര യൂറോപ്യൻ സംഘവും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ചുരുളുകൾക്കുള്ളിലെ രഹസ്യങ്ങൾ എന്താണ് എന്ന് ശാസ്ത്രലോകത്തിന് വെളിപ്പെട്ടതേയില്ല. ഈ സാഹചര്യത്തിലേക്കാണ് വെർച്വൽ അൺറോളിംഗ് എന്ന പുതിയ സാങ്കേതികവിദ്യ കടന്നുവരുന്നത്. എക്സ്റേ ഫേസ് കോൺട്രാക്ട് ടോമോഗ്രാഫി ഉപയോഗിച്ച് ചുരുളുകൾ വെർച്വലായി അൺറോൾ ചെയ്യാൻ നിരവധി ഗവേഷകർ ശ്രമം തുടങ്ങി. 2007 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി പാപ്പിറോളജിയും കെൻഡക്കിൽ നിന്നുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘം എക്സ്റേകളും ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസും ഉപയോഗിച്ച് പുരാവസ്തുക്കളായ ഈ പാപ്പിറസ് ചുരുളുകൾ വിശകലനം ചെയ്തു വരുന്നുണ്ട്. 2009-ൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി ഫ്രഞ്ച് നാഷണൽ സെൻറ്റർ ഫോർ സയൻറ്റിഫിക് റിസർച്ചുമായി ചേർന്ന് എക്സ്റേ മൈക്രോ കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി ഉപയോഗിച്ച് ചുരുളുകളുടെ ആന്തരിക ഘടനകൾ വെളിപ്പെടുത്തുന്നതിന് 2 കേടുകൂടാത്ത ഹെർക്കുലേനിയം പാപ്പിറികൾ ചിത്രീകരിച്ചു. ചുരുളുകൾ പൂർണ്ണമായും അഴിച്ചു മാറ്റിയാൽ അവയ്ക്ക് 15 മീറ്റർ വരെ നീളമുണ്ടാകാമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകിയ സംഘം കണക്കാക്കി. ഈ ടീം ഓട്ടോമാറ്റിക് അൺറാപ്പിംഗ് കമ്പ്യൂട്ടർ ആൽഗോരിതങ്ങളെ വികസിപ്പിച്ചെടുത്തെങ്കിലും നിർഭാഗ്യവശാൽ ഈ ചുരുളുകളിൽ കാർബൺ അധിഷ്ഠിത മഷികൾ ദൃശ്യമാകാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ചിത്രീകരിച്ച സാമ്പിളുകളിൽ ഒരു മഷിയും അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഹെർക്കുലേനിയം പാപ്പിറിയിൽ കാർബൺ അധിഷ്ഠിത മഷി ഉള്ളതിനാൽ വോള്യൂമെട്രിക് സ്കാനിങ്ങിൻ്റെ രീതി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ മഷി തിരിച്ചറിയാൻ കഴിയും എന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുകയും അത്തരം പരീക്ഷണങ്ങളിൽ പലരും ഏർപ്പെടുകയും ചെയ്തു. സ്ക്രോളിൻ്റെ ഘടനയെ വോക്സലുകൾ അല്ലെങ്കിൽ വോളിയം പിക്സലുകൾ എന്ന് വിളിക്കുന്ന അനുബന്ധ സ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കാൻ വോള്യൂമെട്രിക് സ്കാൻ ഉപയോഗിക്കാനുള്ള ശ്രമവും നടന്നു. ഒരു 3D വോള്യൂമെട്രിക് സ്കാനിൽ നിന്ന് വോക്സലുകളെ ഒരു 2D ഇമേജിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഉള്ളിലെ എഴുത്തുകൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിച്ചത്. പാപ്പിറസിൻ്റെ പാളികൾ വേർതിരിച്ചെടുക്കുന്നതിൽ ഈ വിദ്യകൾ വിജയിച്ചെങ്കിലും പാപ്പിറസ് നാരുകളുടെയും ഷീറ്റുകളുടെയും ഘടനയും അതിലെ ദ്വാരങ്ങളും അതിന് വ്യാപകമായി ഉണ്ടായ കേടുപാടുകളുമെല്ലാം കാരണം വാചകം വ്യക്തമായി കണ്ടെത്തുന്നതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. 2018-ൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ വെയിൽസ് രാജകുമാരന് നേപ്പിൾസിലെ രാജാവ് സമ്മാനമായി നൽകിയിരുന്ന ഹെർക്കുലേനിയം പാപ്പിറസിൻ്റെ ഭാഗങ്ങൾ ഇമേജിംഗ് രീതിയിൽ ആർടെക്സ് സ്പേസ് സ്പൈഡർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൈകൊണ്ട് പിടിക്കാവുന്ന 3D സ്കാനർ കൊണ്ട് വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതും വിജയിച്ചില്ല. 2023-ൽ നാറ്റ് ഫ്രീഡ്സ്മാൻ, ഡാനിയൽ ഗ്രോസ്, കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ബ്രെറ്റ് സീൽസ് എന്നിവർ 3D എക്സ്റേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹെർക്കുലേനിയം ചുരുളുകൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മത്സരം പ്രഖ്യാപിച്ചു. ഇതാണ് വെസൂവിയസ് ചാലഞ്ച്. എക്സ്റേ സ്കാനുകൾ ഉപയോഗിച്ച് 2 കേടുകൂടാത്ത ചുരുളുകളിൽ നിന്ന് 4 വാചക ഭാഗങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ആദ്യ ടീമിന് നൽകുന്നതിനായി $7 ലക്ഷം ഗ്രാൻഡ് പ്രൈസായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 12-ന് തുറക്കാത്ത ചുരുളുകളിലെ ആദ്യ വാക്ക് വിജയകരമായി ഒരാൾ കണ്ടെത്തി. അയാൾക്ക് ഫസ്റ്റ് വേഡ് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു. $40,000 ആയിരുന്നു സമ്മാനത്തുക. ആരായിരുന്നു ഈ വിജയം എന്നറിയണ്ടേ? നെബ്രാസ്ക സർവകലാശാലയിലെ 21 വയസ്സ് മാത്രം പ്രായമുള്ള കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയായിരുന്ന ലൂക്ക് ഫാരിറ്റ് ആയിരുന്നു ഫസ്റ്റ് വേഡ് അവാർഡ് വിന്നർ. ഫാരിറ്റ് വായിച്ചെടുത്ത ആദ്യ വാക്ക് പോർഫിറാസ് എന്നായിരുന്നു. ഗ്രീക്കിൽ
ഉള്ള ഈ വാക്കിന് പർപ്പിൾ എന്നാണ് അർത്ഥമെന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. 2024 ഫെബ്രുവരി 5 ഒരു സ്ക്രോളിൻ്റെ 5% വിജയകരമായി വെളിപ്പെടുത്തിയ ടീമിന് $7 ലക്ഷം സമ്മാനം ലഭിച്ചു. 3 റണ്ണറപ്പ് ടീമുകൾക്ക് $5 ലക്ഷം വീതവും വെസൂവിയസ് ചാലഞ്ച് പ്രോജക്റ്റ് സമ്മാനം നൽകി. ഈ ചുരുളുകൾ പിന്നാലെ ഇത്ര താല്പര്യത്തോടെ ശാസ്ത്രലോകം ഇത്രയും നീണ്ട കാലം പോകാൻ എന്തായിരിക്കും കാരണം? ഈ റോളുകളെല്ലാം പുരാതന കാലത്തെ അതിജീവിച്ച ഒരേ ഒരു ലൈബ്രറിയിൽ നിന്നാണ് വന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ചുരുളുകളിൽ ധാരാളം ഗ്രീക്ക് ദാർശനിക ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നും റോളുകളിൽ 44 എപ്പിക്യൂറിയൻ തത്വചിന്തകനും കവിയുമായ ഫിലോഡെമസിൻ്റെ കൃതികളാണ് എന്നും കരുതപ്പെടുന്നു. സ്റ്റോയിക് തത്വചിന്തകനായ ക്രിസിപ്പസ് 700-ലധികം കൃതികൾ എഴുതിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അവയൊന്നും ഇന്ന് നിലവിലില്ല. എല്ലാം പലതരത്തിൽ നഷ്ടപ്പെട്ടുപോയി. ഈ പാപ്പിറസിലെ കരിഞ്ഞ റോളുകളിൽ ക്രിസിപ്പസിൻ്റെ ഏതൊക്കെയോ കൃതികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട്. അക്കാലത്ത് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള കവിതകളുടെ ഭാഗങ്ങളും ഇതിനകത്തുണ്ടാകാം എന്ന് കരുതുന്നു. 2018 മെയ് മാസത്തിൽ സെനക്ക ദി എൽഡറിൻ്റെ നഷ്ടപ്പെട്ട കൃതിയായ ഹിസ്റ്ററീസ് എന്ന കൃതിയുടെ ശകലങ്ങൾ ഒരു പാപ്പിറസ് ചുരുളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിൽ ക്ലാസിക്കൽ പണ്ഡിതനായ റിച്ചാർഡ് ജാങ്കോ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ മുമ്പ് വായിക്കാൻ കഴിയാത്തതായ ഒരു ഹെർക്കുലേനിയം പാപ്പിറസിൻ്റെ ചെറിയൊരു ഭാഗം വായിക്കാൻ കഴിഞ്ഞതായി പ്രഖ്യാപിച്ചു. മഹാനായ അലക്സാണ്ടറെക്കുറിച്ചുള്ള നഷ്ടപ്പെട്ട ഒരു കൃതിയുടെ ഭാഗമാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. 2024 ഏപ്രിലിൽ പിസ സർവകലാശാലയിലെ ഒരു പാപ്പിറോളജിസ്റ്റ് നടത്തിയ ഗവേഷണത്തിൽ ഇൻഫ്രാറെഡ് എക്സ്റേ സ്കാനിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഹെർക്കുലേനിയം പാപ്പിറിയിൽ നിന്ന് പ്ലേറ്റോയുടെ ശവകുടീരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയതായും അവകാശവാദങ്ങളുണ്ട്. അങ്ങനെ പുതിയ കാലത്ത് നമുക്ക് അപരിചിതമായ പല പുരാതന അറിവുകളും ഈ പാപ്പിറസ് ചുരുളുകളിൽ നിന്ന് ഇനിയും വീണ്ടെടുക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതിയ കാലത്തെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്താരെങ്കിലുമൊക്കെ ഈ രഹസ്യങ്ങളുടെ പൂട്ട് തുറക്കുമെന്ന് നമുക്ക് കരുതാം. 2025 വെസൂവിയസ് ചലഞ്ച് ഓണാണ്. ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് വായിക്കുന്നതിനായി പാപ്പിറസ് സ്ക്രോളുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് എന്തെല്ലാം കൗതുകരമായ അറിവുകളായിരിക്കും ഈ പുരാതന പാപ്പിറസ് ചുരുളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയോടെ. ഹെർക്കുലേനിയം ചുരുളുകൾ വായിക്കാൻ ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനായി 2023 മാർച്ചിൽ വെസൂവിയസ് ചലഞ്ച് മത്സരം പ്രഖ്യാപിച്ച ഫ്രീഡ്മാൻ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. AI ഉപയോഗിച്ച് ഭാവി കെട്ടിപ്പടുക്കുന്നത് രസകരമാണ്, എന്നാൽ ഭൂതകാലത്തിലേക്ക് ഒരു ചെറിയ ജാലകം തുറക്കാൻ ഇത് ഉപയോഗിക്കുന്നത് അതിലേറെ രസകരമാണ്. AI ഉപയോഗിച്ച് ഭൂതകാലത്തിലേക്കുള്ള ചെറിയ ജാലകം, പാപ്പിറസ് ചുരുളുകളുടെ രഹസ്യങ്ങളുടെ താക്കോൽ തുറക്കപ്പെടുമെന്നും വൈകാതെ ആ വാർത്ത വരുമെന്നും കരുതി നമുക്കും കാത്തിരിക്കാം. ഹെർക്കുലേനിയം പാപ്പിരികളുടെ ത്രസിപ്പിക്കുന്ന കഥ. കേരള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി SCERTയിൽ റിസർച്ച് ഓഫീസറായ ഡോക്ടർ TV വിനീഷ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.